നടൻ മോഹൻലാലുമായുള്ള മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് സർക്കാരിന് ചെലവായത് ലക്ഷങ്ങൾ. 11,21,000 രൂപ ചെലവായെന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടി. സർക്കാർ സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിച്ചിട്ടില്ല എന്നും പറയുന്നു. അർജുൻ രാജ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, എന്തായാലും ഈ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യത്തിൽ ലക്ഷങ്ങൾ ചെലവായി എന്ന് തന്നെ വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം എന്തായാലും ഇത് ഒരു ആയുധമാക്കി എടുക്കുമോ പ്രതിപക്ഷം? രുചീഷ്, മുഖ്യമന്ത്രിയും മോഹൻലാലും തമ്മിലുള്ള കണ്ടും മിണ്ടിയും ഇരുവർ എന്നുള്ള അഭിമുഖം അത് വന്ന ഘട്ടത്തിൽ തന്നെ വലിയ ചർച്ചയായതാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തി ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള 1 മണിക്കൂർ നീണ്ട അഭിമുഖം അത് PR സ്റ്റണ്ടാണ് എന്നുള്ളതായിരുന്നു വന്ന ഉടനെ തന്നെ പ്രതിപക്ഷത്തിന്റെ ആരോപണം. അങ്ങനെ അതിനുവേണ്ടിയാണ് മോഹൻലാലിനെ ഇങ്ങനെ അഭിമുഖത്തിന് കൊണ്ടുവന്ന് ഇരുത്തിയത് എന്നുള്ള തരത്തിൽ വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് സർക്കാരിന് വന്ന ചെലവാണ് ഇപ്പോൾ രേഖാമൂലം വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് സർക്കാർ മറുപടി നൽകിയിട്ടുള്ളത്. 11,21,000 രൂപയാണ് ഈ അഭിമുഖം എടുക്കാൻ വേണ്ടി സർക്കാരിന് ചെലവായതെന്നുള്ളതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള മറുപടി. ഇത് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് തന്നെയാണ് ഈ തുക കൈമാറിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയാണ്. അതേസമയത്ത് ഇത് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടല്ല ഈ നിർമ്മാണം നടത്തിയതെന്നുള്ള കാര്യം കൂടി വിവരാവകാശ നിയമപ്രകാരം മറുപടിയായി നൽകിയിട്ടുള്ളത്. ക്ലിഫ് ഹൗസിലായിരുന്നു, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു ഇതിന്റെ ചിത്രീകരണം. സർക്കാർ സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് വിശദീകരിക്കുന്നു. ക്യാമറ, മറ്റ് സംവിധാനങ്ങൾ, ആളുകളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നതിന്റെ ചെലവായി തന്നെ ഈ 11,20,000 രൂപയെ കാണാം. അതേസമയത്ത് മോഹൻലാലിന് ഏതെങ്കിലും തരത്തിൽ തുക കൈമാറിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളോ മറുപടിയോ ഇത് സംബന്ധിച്ച് ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആകെ ഈ അഭിമുഖത്തിന് ചെലവഴിച്ചത് 11,21,000 രൂപയാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. PR സ്റ്റണ്ടാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ഇത് മോഹൻലാലും പിണറായി വിജയനും തമ്മിലുള്ള വളരെ അടുപ്പമുള്ള 2 പേരാണ്. അവർ നടത്തിയ അഭിമുഖം എന്ന നിലയ്ക്കാണ് CPM ഇതിനെ വിശദീകരിച്ചിരുന്നത്. അതേസമയത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരിന്റെ ഒരു പ്രചാരണ ആയുധമായി തന്നെ ഇത് മാറുകയും ചെയ്തിരുന്നു. അതിന്റെ ചെലവാണിപ്പോൾ വിവരാവകാശ നിയമപ്രകാരം സർക്കാർ തന്നെ പുറത്തുവിടുന്നത്.